കടല തലേദിവസം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചത്, ക്യാരറ്റ്, ചേന ചെറുതായി അരിഞ്ഞത്, പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുത്, ഏത്തക്ക വലുത് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ബീറ്റ്റൂട്ട് ചെറുതൊരെണ്ണം, പിന്നെ ചേമ്പ് ഒരു ചെറിയ കഷ്ണം. പൊടികൾ മല്ലി, മഞ്ഞൾ, മുളക്, ഗരം മസാല, കുരുമുളക് പൊടി. ഇത് തേങ്ങ വറുത്ത് വെച്ചിരിക്കണം. ഇത് അരയ്ക്കണം. അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. കടല ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം നമുക്ക് ഈ കഷ്ണങ്ങൾക്ക് വേകാനുള്ള വെള്ളമൊഴിച്ച് ഉപ്പുമിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് പോയി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ, അടി പിടിക്കുവേ. ഇപ്പോൾ ഏകദേശം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ചേനയുടെ വേവ് നോക്കിയാൽ മതി. ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ടാകും. അതിനാണ് ഏറ്റവും വേവ് കൂടുതലുള്ളത്. ഒരു ചെറിയ ബീറ്റ്റൂട്ട്, ഇത് കുക്ക്ഡ് ബീറ്റ്റൂട്ടാണ്, അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ കടലയും ചേർക്കാം. ഇനി അതിൽ ചേർക്കാനുള്ള പൊടികളെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരരപ്പ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം നമ്മുടെ കറിയിലോട്ട് ചേർക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേകാനായിട്ട് വയ്ക്കുക. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഒന്നും കൂടെ വേവിക്കുക. ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ മതി. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കടുക് താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഈ കൂട്ടുകറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.